ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ഭാഗത്തിൻ്റെ തുടർന്നുള്ള ഭാഗമാണ്. കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ തൊടിയിൽ ധാരാളം ഔഷധ സസ്യങ്ങൾ ഉണ്ടാവും. നമ്മളൊന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കവ കിട്ടും. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് പല സസ്യങ്ങളുടെ പേരും അറിയില്ല. അവർക്കത് അറിയാനുള്ള താല്പര്യവും ഇല്ല. അങ്ങനെ പല ഔഷധ സസ്യങ്ങളും നമ്മൾ അറിയാതെ അത് നമ്മൾ വെട്ടി നശിപ്പിക്കാറാണ് പതിവ്. നമ്മുടെ വീട്ടിലോ നമ്മുടെ പരിസരത്തോ ഉള്ള പഴമക്കാരോട് നമ്മൾ ഓരോ സസ്യത്തെക്കുറിച്ചും ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അവർ നമുക്ക് ധാരാളം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട പദസമൂഹം തന്നെ നമുക്ക് പറഞ്ഞു തരും. കൂട്ടുകാർക്കറിയാമോ, നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും അല്ല പഴമക്കാർ ഉപയോഗിച്ചിരുന്നത്. സസ്യങ്ങളാവട്ടെ, ആഹാരമാവട്ടെ, അതുപോലെ കൃഷിരീതികളാവട്ടെ, എല്ലാം വ്യത്യസ്തമായ ചില പേരുകളാൽ അറിയപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നത് മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കൂട്ടുകാർ ചെയ്യേണ്ടത്, നിങ്ങളുടെ അയൽപക്കത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വീട്ടിലുള്ള പഴയകാല ഓർമ്മകൾ അറിയുന്ന മുതിർന്ന ആളുകളോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. അതായത് അവരുടെ കാലത്ത് അവർ കണ്ടിട്ടുള്ള സസ്യങ്ങളുടെ പേരുകൾ. അതിൽ പലതും നമുക്കിപ്പോൾ അറിയുകയില്ല. അത് എഴുതി വയ്ക്കുക. പിന്നെ അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന പക്ഷികൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന പക്ഷിയുടെ പേര് അവരെന്താണ് വിളിച്ചിരുന്നത് എന്നീ കാര്യങ്ങൾ. കൂടാതെ കൃഷി, പലതരത്തിലുള്ള കൃഷിയാണ് പണ്ട് കാലത്ത് നിലനിന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പദങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്കിപ്പോൾ പലതും അറിയുകയില്ല. ഇനി ആഹാരവസ്തുക്കളുടെ കാര്യങ്ങൾ എടുക്കട്ടെ. പഴയകാല ആഹാരവസ്തുക്കൾ ഇന്നത്തേതിൽ നിന്നും വ്യത്യാസമാണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. അപ്പോൾ അവരോട് ചോദിച്ച് അവരുടെ കാലത്തെ ആഹാര സാധനങ്ങളുടെ പേരുകൂടി ശേഖരിക്കുമല്ലോ. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ചില സാധനങ്ങൾ ശ്രദ്ധിക്കൂ. നാഴി, ഇടങ്ങഴി, പറ, തേക്കുകൊട്ട, പന്തയം, കലപ്പ, ചവിട്ടുചക്രം, ഉരൽ, ഉലയ്ക്ക, നുകം, കരിക്കോൽ, പരമ്പ്, ഉലയ്ക്ക, വല്ലോട്ടി, വട്ടി, വെള്ളിക്കോൽ, വിട്ടുകൂട്ടി, കോരിക, കട്ടക്കുഴ, ഭരണി, തുടം, ഇതൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അളവ് പാത്രങ്ങളാണ്. കൃഷിക്ക് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഇതിൽ പലതും പല വാക്കുകളും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അതെല്ലാം മാതൃഭാഷയുടെ ആ വിലപ്പെട്ട പദസമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വിരിപ്പ് കൃഷി, മുണ്ടകൻ കൃഷി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അധികം കുട്ടികൾക്കും അതൊന്നും എന്താണെന്ന് അറിയുകയില്ല. ആ പദങ്ങളെല്ലാം നമ്മുടെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാതൃഭാഷയും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു ബന്ധം കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. അപ്പം മാതൃഭാഷയെ ബലപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് പ്രകൃതിയിൽ നിലനിൽപ്പ് ഉള്ളൂ. അല്ലെങ്കിൽ പ്രകൃതിയെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ പദസമ്പത്തിനെ നമ്മൾ തിരഞ്ഞെടുത്ത് സൂക്ഷിച്ചുകൊണ്ട് മാതൃഭാഷയെ ബലപ്പെടുത്താനും മറക്കരുത്. പണ്ടുകാലത്ത് ചില നെൽവിത്തുകൾ ഞാനിപ്പോഴും ഓർക്കുന്നു. തവളക്കണ്ണൻ ഒരു നെൽവിത്തിൻ്റെ പേരാണ്. കഴമ, ധാരാളം കൃഷി ചെയ്തിരുന്നു കഴമ നെല്ല്. അതുപോലെ നവര, അതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നല്ല ഔഷധ ഗുണമുള്ള ഒരു അരിയാണ്. തൊണ്ണൂറാൻ, ചോമൻ, നമ്മൾ ഉപയോഗിക്കുന്ന പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന മലരുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നെൽവിത്താണ്, നെൽവിത്തിനമാണ് ചോമൻ നെല്ല്. ചോമൻ. വേങ്കി, ഇതിൻ്റെ കരി ചുവന്ന നിറത്തിലാണ് കണ്ടിരുന്നത്. അതുപോലെ പൊന്നാര്യൻ, അത് പിന്നെ പാട്ടിലുള്ളത് കൊണ്ട് നമുക്ക് ആ പദം നമ്മുടെ മനസ്സിൽ ഉണ്ട്. ഇങ്ങനെ ധാരാളം നെൽവിത്തിനങ്ങളുടെ പേരുകളെല്ലാം നമ്മൾ ഇപ്പോൾ കേൾക്കാതായി ഇരിക്കുന്നു, അഥവാ അവ മറഞ്ഞുകൊണ്ടിരിക്കുന്നു. പണ്ടുകാലത്ത് കാള പൂട്ടും, ഇന്നത് മാറി. കാളകളൊന്നും ഇപ്പോൾ കന്ന് പൂട്ടാറില്ല. കന്ന് പൂട്ടുക എന്നാണ് പറയുക. ഇപ്പോൾ ട്രാക്ടറാണ് പൂട്ടുന്നത്, ഉഴുതുമറിക്കുന്നത്. കൊയ്ത്തു യന്ത്രം വന്നു കഴിഞ്ഞു, ട്രില്ലർ വന്നു കഴിഞ്ഞു. എന്തിനു പറയുന്നു, റോബോട്ട് അടക്കം ഇപ്പോൾ
പ്രത്യക്ഷപ്പെടുകയാണ് പല മേഖലകളിലും. ഇനി പദസമ്പത്ത് മാത്രം അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, ശൈലികളും കൂടിയാണ്. ഇവിടെ നോക്കൂ ചില ശൈലികൾ. വടക്ക് ദിശയിൽ വൃക്ഷവിളകൾ. വടക്കു ഭാഗത്തധികം സൂര്യന്റെ പ്രകാശം ഏൽക്കില്ല, അതുകൊണ്ട് തണൽ നൽകുന്ന വൃക്ഷങ്ങൾ അവിടെയാണ് നടാറ്. അപ്പോൾ പഴഞ്ചൊല്ലിന്റെ അർത്ഥം അതാണ്, വടക്ക് ദിശയിൽ വൃക്ഷവിളകൾ. ഇനി ഒന്ന് നോക്കൂ, കണ്ണറിഞ്ഞുള്ള കൃഷി. കണ്ണറിഞ്ഞുള്ള കൃഷി, ആദ്യത്തെ മുകുളമാണ് അവിടെ കണ്ണ്. കണ്ണറിഞ്ഞുള്ള കൃഷി. ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളം. ഒരു വിള നശിച്ചു കഴിയുമ്പോൾ ആ വിളയുടെ അവശിഷ്ടം മറ്റൊരു വിളയ്ക്ക് വളമായി വരും. അപ്പോൾ ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളം എന്ന പഴഞ്ചൊല്ല്. വേരിന് കരുത്തേകി കൃഷി, അതും ഒരു പഴഞ്ചൊല്ലാണ്. പ്രകൃതി നിയമം കൃഷിക്കു കൂട്ട്, വിത്തുഗുണം 10 ഗുണം. ഇങ്ങനെ കുറേ ശൈലികൾ കൃഷിയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. ഇപ്പോൾ ആരും തന്നെ അത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു പദസമൂഹം തന്നെ നമ്മുടെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോകുന്നു. പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ആഹാര സാധനങ്ങൾ കൂട്ടുകാർക്കറിയാമോ? ചാമക്കഞ്ഞി, കോറക്കഞ്ഞി, റാഗിയാണ് കോറ എന്ന് പറയുന്നത്, കോറക്കഞ്ഞി, പനങ്കഞ്ഞി, പനയുടെ പൊടി കൊണ്ടുള്ള കഞ്ഞി, മുളയരിക്കഞ്ഞി, പിന്നെ മത്തപ്പുഴുക്ക്, കൊഴുക്കട്ട അഥവാ പിടി, പിന്നെ നന്നാരി സർബത്ത്. അങ്ങനെ പഴയകാല ആഹാര സാധനങ്ങളും ഇപ്പോൾ വഴിമാറി പുതിയ പുതിയ ആഹാര സാധനങ്ങളുടെ പേരുകളിലേക്ക്. അവ ഇപ്പോൾ ഉപയോഗത്തിലുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ലെങ്കിൽ അതിന് കാരണങ്ങൾ എന്തെല്ലാമാവും? കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഇതിൽ അധികവും ഇപ്പോൾ ഉപയോഗത്തിൽ ഇല്ല. പകരം പുതിയ പുതിയ പദങ്ങൾ കയറി വന്നിരിക്കുന്നു. പണ്ട് നമ്മളൊക്കെ കഞ്ഞി എന്ന ആഹാരം എപ്പോഴും വീടുകളിൽ വെച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേരൊക്കെ മാറി അല്ലേ? പുതിയ പുതിയ ആഹാര സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മന്തി, ബിരിയാണി അല്ലേ? അങ്ങനെ പുതിയ പുതിയ ആഹാര സാധനങ്ങളാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടം. ഇവിടെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത് ഒരു ചുമർ പത്രിക തയ്യാറാക്കാനാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പഴമക്കാരോട് ചോദിച്ചറിഞ്ഞ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം സ്റ്റിക്കി നോട്ടിൽ ഇതെല്ലാം എഴുതി ഒരു ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ച് ഒരു ചുമർ പത്രിക നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പഴമ നിലനിർത്തുന്ന പഴമക്കാരോടൊക്കെ ചോദിച്ച്, പഴയകാലത്ത് ജീവിച്ചിരുന്ന ഇപ്പോൾ ജീവിക്കുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി ഒരു ചുമർ പത്രിക തയ്യാറാക്കുമല്ലോ. അവസാനം പറഞ്ഞിട്ടുള്ളത് പേജ് നമ്പർ 15 മാതൃഭാഷയുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. മാതൃഭാഷയുടെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന ഒരു പോസ്റ്റർ ആവട്ടെ കൂട്ടുകാർ തയ്യാറാക്കുന്നത്. ചിത്രങ്ങളെല്ലാം അതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അതിൽ ഏതാനും പോയിന്റുകൾ ഞാൻ പറഞ്ഞു തരാം. ബാക്കി നിങ്ങൾ ഇതെല്ലാം വായിച്ച് കണ്ടുപിടിക്കുമല്ലോ. നമ്മുടെ വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കാൻ മാതൃഭാഷയ്ക്ക് കഴിയും. മാതൃഭാഷയിൽ കൂടിയാണ് നമ്മുടെ പ്രകൃതിയെയും സമൂഹത്തെയും നാം അറിയുന്നത്. നമ്മുടെ മുന്നിലില്ലാത്തൊരു ലോകത്തെ നമ്മുടെ മുന്നിലേക്ക് മാതൃഭാഷ എത്തിക്കുന്നു. മാതൃഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാണ്. മാതൃഭാഷ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ്. മാതൃഭാഷ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗവും കൂടിയാണ്. ഇത്രയും പോയിന്റുകൾ അതിൽ വരുത്താൻ ശ്രദ്ധിക്കുക. ശ്രീ പോൾ സക്കറിയയുടെ ശന്തനുവിൻ്റെ പക്ഷികളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.